ശീമോൻ എന്ന് പറയുന്ന മന്ത്രവാദിക്ക് പുള്ളി പറഞ്ഞില്ലേ, ഈ ഞാൻ കൈവെക്കുന്നവരുടെ മേൽ ആത്മാവ് വരിക. കൈവെക്കുന്നവരുടെ മേൽ ആത്മാവ് വന്നെന്ന് എങ്ങനെയാണ് ശീമോന് മനസ്സിലായത്? ഒരു അന്യഭാഷകളിൽ സംസാരിച്ചു. ഒരാളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നാൽ, അതിലെ മേൽ വന്നാൽ, ഉള്ളിൽ വന്നാലല്ല, മേൽ വന്നാലുള്ള പ്രഥമമായ അടയാളം അയാൾ അന്യഭാഷ പറയും. ഇത് കണ്ടപ്പോൾ നൈസായിട്ട് ഇദ്ദേഹം വന്നിട്ട് പത്രോസിനോട് പറയുകയാണ്, അതെ, ഫിലിപ്പോസിന്റെ മിനിസ്ട്രി ഇനിയും ചെയ്തിട്ട് കാര്യമില്ല, അതിന് ഫിലിപ്പോസ് ഉണ്ടല്ലോ. ഫിലിപ്പോസിനെ കൊണ്ടൊക്കെ നിങ്ങളിപ്പോൾ എന്തോ യെരുശലേമിലേക്ക് തിരിച്ചു പോകും. നിങ്ങൾ ചെയ്യുന്നത് പോലെ ആരുടെ മേൽ, ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ മതവും മാജിക്കും തമ്മിലുള്ള, മതവും ക്രിസ്തീയ ജീവിതവും തമ്മിലുള്ള വ്യത്യാസമാണ്. ആർക്കും ഇത് കൊടുക്കുകയില്ല. ശീമോന്റെ ചോദ്യം കേട്ടോ, ഞാൻ ആരുടെ മേൽ കൈവച്ചാലും അവനത് കിട്ടണം. എന്നാൽ കർത്താവ് അങ്ങനെ ആർക്കും അത് കൊടുക്കത്തില്ല. ദൈവം ചിലത് തരണമെങ്കിൽ ദൈവം നിന്റെ ജീവിതത്തെ നോക്കും. 5 താലന്തുള്ളവൻ വിശ്വസ്തനാണെന്ന് കണ്ടപ്പോൾ 1 താലന്തിൽ അവിശ്വസ്തനായിരുന്നവൻ്റെ താലന്തും കൂടെ എടുത്ത് അവന് കൊടുത്തു. ശീമോൻ പറയുകയാണ്, ഞാൻ ആരുടെ മേൽ കൈവച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുന്ന മിനിസ്ട്രി എനിക്കൂടെ തരണം. അതെന്താ അങ്ങനെ ചോദിക്കാൻ കാര്യം? അപ്പം ഞാൻ ഫിലിപ്പോസിന് മോളിൽ കയറും. യഥാർത്ഥ രൂപാന്തരമില്ലാതെ കിട്ടുന്ന അത്ഭുതം എനിക്ക് വേണ്ട. യഥാർത്ഥ രൂപാന്തരമില്ലാതെ കിട്ടുന്ന അഭിഷേകം എനിക്ക് വേണ്ട. If it doesn't make me Christ-like, I don't want it. എന്നെ ക്രിസ്തുവിന് അനുരൂപമാക്കി ഇത് മാറ്റുന്നില്ല എങ്കിൽ എനിക്കത് വേണ്ട.